ഫയർമാൻ അതുപോലെ ഫയർ വുമൺ പരീക്ഷയുമായി ബന്ധപ്പെടുത്തി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ഫയർമാൻ ഫയർ വുമൺ അത്തരത്തിലുള്ള പരീക്ഷകളുമായി മുൻനിർത്തി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളിൽ നിന്ന് ബേസ് ചെയ്താണ് ഒരു ചോദ്യം. നോക്കിയേ, അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചോദ്യങ്ങളൊന്ന് ചെയ്യുക. ആൻസർ എത്ര മാർക്ക് കിട്ടി എന്ന് എന്ത് ചെയ്യുക, മാർക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കുറിച്ചെടുക്കുക. ആ ടോപ്പിക്ക് എൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ അതിനകത്ത് കാണും, ചാനലിലുണ്ട്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, കണ്ടൊന്ന് മനസ്സിലാക്കുക. നോക്കിയേ, അതിൽ ആദ്യത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ടാഗ് ഫോം. കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടാഗ് ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ദ കറക്റ്റ് ടാഗ് ഫോം എന്നാണ് വരേണ്ടത്. കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടാഗ് ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഹി സെൽഡം വിസിറ്റ്സ് ദ ലൈബ്രറി. കണ്ടല്ലോ. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് കുട്ടികൾ നമ്മൾ നോക്കേണ്ടത്, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ടാഗ് ചെയ്യണം? അവിടെ നെഗറ്റീവ് ടാഗ് ചെയ്യണം. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്. ഫോർമാറ്റ് എങ്ങനെയാണ്? ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് സബ്ജക്റ്റ് അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടല്ലോ. ഇതാണ് ഒരു നെഗറ്റീവ് ടാഗിന്റെ ഫോർമാറ്റ്. ഇനി തന്നിരിക്കുന്ന സെന്റൻസ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗ് ആണ് ചെയ്യേണ്ടത്. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് എന്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് നെഗറ്റീവ് ടാഗിന്റെ ഫോർമാറ്റ്. ഇനി നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യം ഏതാണ്? ഒരു സെന്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ മനസ്സിലാക്കാം? നോ അതുപോലെ നോട്ട് അതുപോലെ നണ്ണ് അതുപോലെ നത്തിങ്, നെവർ, നൈദർ, അതുപോലെ നോ വണ്ണ്. അടുത്ത് വരുന്ന വാക്കാണ് ലിറ്റിൽ, അതുപോലെ ഫ്യൂ, സെൽഡം, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി. ഇത്തരത്തിലുള്ള വാക്കുകൾ ഏതെങ്കിലും ഒരു സെന്റൻസിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവാണ്. അപ്പൊ നെഗറ്റീവ് വേർഡ്സ് അതൊക്കെയാണ് കുട്ടികളെ? നോ, നോട്ട്, നണ്ണ്, നത്തിങ്, നെവർ, നൈദർ, നോ വണ്ണ്, ലിറ്റിൽ, ഫ്യൂ, സെൽഡം, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി ഉണ്ട് കേട്ടോ. റെയർലി ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരു സെന്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവാണ്. ഈ ലിറ്റിൽ ഫ്യൂവിന്റെ കാര്യത്തിൽ ചെറിയൊരു ശ്രദ്ധ കൊടുക്കാം. എ ലിറ്റിൽ അതുപോലെ എ ഫ്യൂ, ദാ ലിറ്റിൽ അതുപോലെ ദാ ഫ്യൂ. ഈ വാക്കുകൾ വരുന്ന സെന്റൻസ് എന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണ് കേട്ടോ. ലിറ്റിന് പകരം എ ലിറ്റിൽ, എ ഫ്യൂ, ദാ ലിറ്റിൽ, ദാ ഫ്യൂ വന്നാൽ സെന്റൻസ് പോസിറ്റീവ്. അപ്പൊ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന ഈ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, ഹി സെൽഡം വിസിറ്റ്സ് ദ ലൈബ്രറി. കണ്ടല്ലോ. സെൽഡം എന്ന് പറയുന്നത് എന്ത് വാക്കാണ്ടേ? നെഗറ്റീവ് വേർഡ് ആണ്. സെൽഡം ഒരു നെഗറ്റീവ് വേർഡ്. ഇപ്പൊ നെഗറ്റീവ് വേർഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ സെൽഡം നെഗറ്റീവ് വേർഡ് ആണ്. കണ്ടല്ലോ, സെൽഡം കിടക്കുന്നു, നെഗറ്റീവ് വേർഡ്. നമ്മൾ എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗ്. ഇനി ഓക്സിലറി സബ്ജക്റ്റ് അവിടെ ഉണ്ട്. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. വിസിറ്റ്സ് ഇവിടെ ഓക്സിലറി നോക്കിയപ്പോൾ ഓക്സിലറി ഇല്ല. ഓക്സിലറി ഇല്ലാത്ത സെന്റൻസിൽ എങ്ങനെ ഓക്സിലറി കണ്ടെത്താം? വെർബ് V1 ആണെങ്കിൽ നമുക്ക് ഏതെടുക്കാം? ഡു ഓക്സിലറി എടുക്കാം. വെർബ് എസ്സിൽ അവസാനിച്ചാൽ നമുക്ക് എന്തെടുക്കാം? ഡസ് ഓക്സിലറി ആയിട്ട് എടുക്കാം. വെർബ് V2 ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഡിഡ് ഓക്സിലറി ആയിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് വിസിറ്റ്സ് എസ്സിൽ അവസാനിച്ചു, അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ഡസ് എടുക്കാം. അപ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ഉണ്ടാകും. ഡസ് എഴുതി, ഡസ് അതുപോലെ എഴുതി, അതുപോലെ എന്തെഴുതി കുട്ടികളെ? സബ്ജക്റ്റ് എഴുതി. ഡസ് ഹി വരുന്നത് ഏതാണ്? ഒന്നാമത്തേൽ കണ്ട ഡസ് ഹി വന്നിട്ടുണ്ട്, ഉത്തരം ശരിയാണ്. രണ്ടാമത്തേൽ ഡസിൻ്റെ ആണ്, വരില്ല, കാരണം നെഗറ്റീവ് വേർഡ് സെന്റൻസ് ആണ്. മൂന്നാമത്തേൽ ഡോണ്ട് ആണ്, ഡോണ്ട് നമുക്ക് കിട്ടില്ല. അടുത്തേൽ ഡിഡ് ആണ്, കിട്ടില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കി, ഗോബു സെയ്സ് ഐ ആം നോട്ട് വെൽ. റിപ്പോർട്ട് ചെയ്ത് എഴുതാനാണ്. നമ്മൾ പഠിച്ചതാണ്
സേ തന്നിരിക്കുന്ന സെന്റൻസ് സേ അല്ലെങ്കിൽ സേസ്. നിങ്ങൾ എല്ലാവരും ഉത്തരം ഒന്ന് നോക്കിയേ, ഉത്തരം ഒന്ന് ചെയ്തു നോക്കിയേ, എല്ലാവരും ഉത്തരം ഒന്ന് ചെയ്തു നോക്കണേ. സേ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ സേ അല്ലെങ്കിൽ സേസ്, സേ അല്ലെങ്കിൽ സേസ്, അതുപോലെ ടെല്ല് അല്ലെങ്കിൽ ടെൽസ്, ടെല്ല് അല്ലെങ്കിൽ ടെൽസ്, അതുപോലെ ഹാസ് സെഡ്, ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ, ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ. ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് വരുന്ന ഒരു സെന്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യാൻ തന്നിരിക്കുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഉപയോഗിക്കണം. ദാറ്റ് ഉപയോഗിക്കുക. സബ്ജക്റ്റിന് മാറ്റം ഉണ്ടെങ്കിൽ മാറ്റാം. സബ്ജക്റ്റ് എങ്ങനെ മാറ്റാം? ഐ കോമ വി ആണ് വരുന്നതെങ്കിൽ സേയുടെ മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ആയി കൊടുക്കുക. യു ആണെങ്കിൽ സേ കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റ് ആക്കി മാറ്റുക. ഹീ ഷീ ഇറ്റ് ദേ ആണെങ്കിൽ മാറ്റണ്ട. നമ്മൾ പഠിച്ചതാണ് റിപ്പോർട്ടർ സ്പീച്ചിൽ, ക്ലാസ് നമ്മളെ ചാനലിലുണ്ട്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റ് മാറ്റം വരുത്തുക, ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. ടെൻസ് മാറ്റമില്ലാതെ റിപ്പോർട്ട് ചെയ്യുക. മാറ്റമില്ല, ടെൻസ് മാറ്റമില്ലാതെ റിപ്പോർട്ട് ചെയ്യുക. നോക്കിയാണ്ടേ ഇവിടെ സൈസ് വരുന്ന സെൻസ് കണ്ടല്ലോ. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഐ ഗോപു ആണായതുകൊണ്ട് ഹി ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് ആമ്, ആമ് ഐയോടൊപ്പം ആമ് നിൽക്കുന്നത്. ഇനി ഹി ആയി മാറിയപ്പോൾ അതേ ടെൻസിലുള്ള ഏതാക്കി മാറ്റാം? ഈസാക്കി മാറ്റാം. നോക്ക്, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നൂടെ? ഹി സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് വെൽ. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. ബാക്കി രണ്ടാമത്തേൽ ഹി വാസ് ആണ്, വാസ് വരില്ല. ഇവിടെ ആമ് തന്നെ കിടക്കുന്നു, വരില്ല. ഇവിടെയും വാസാണ്, വരില്ല. അടുത്ത ചോദ്യം നോക്കി. മീനിങ് ഓഫ് ദ ഫ്രൈസൽ വെർബ് ബ്രേക്ക് ത്രൂ. ബ്രേക്ക് ത്രൂ എന്നതിന്റെ മീനിങ് എന്താണ്? സഡൻ ചേഞ്ച് എന്ന് പറയാം, അതുപോലെ അഡ്വാൻസ്മെന്റ് എന്ന് പറയാം, പെട്ടെന്നുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അഡ്വാൻസ്മെന്റ് ആണ്. ഇപ്പൊ ബ്രേക്ക്, ബ്രേക്ക്, ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ പഠിച്ചോണേ. ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇൻ മീൻസ് ഇന്ററപ്റ്റ് ചെയ്യുക എന്നാണ് കേട്ടോ. ഇന്ററപ്റ്റ്, ഇന്ററപ്റ്റ് ചെയ്യുക, തടസ്സം പിടിക്കുക. ഓക്കെ. എന്നാൽ ബ്രേക്ക്, ബ്രേക്ക് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഇൻറ്റു, ബ്രേക്ക് ഇൻറ്റു നാളെ പരീക്ഷയിൽ ചോദിച്ചാണ്. ബ്രേക്ക് ഇൻറ്റു എൻറ്റർ ബൈ ഫോഴ്സ് എന്നാണ് കേട്ടോ. എൻറ്റർ ബൈ ഫോഴ്സ്, തള്ളിക്കയറുക എന്നൊക്കെ പറയില്ലേ നമ്മൾ കല്യാണത്തിന് സദ്യക്ക് ഇടിയുണ്ടാക്കുന്ന കാര്യം ഓർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വീടൊക്കെ കുത്തി തുറന്ന് കയറുക എന്ന അർത്ഥത്തിലും പറയാം. ഇനി നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ബ്രേക്ക്, ബ്രേക്ക് ഡൗൺ. ബസ്സൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്റ്റോപ്പ് എന്നാണ് കേട്ടോ. ബ്രേക്ക് ഡൗൺ സ്റ്റോപ്പ് എന്നാണ്. അതേപോലെ എന്ത് ചെയ്യുന്നു? അടുത്ത് വരുന്നതാണ്, അടുത്ത് നമ്മൾ കേട്ടിട്ടുള്ള വാക്ക് തന്നെയാണ് ബ്രേക്കപ്പായി. ബ്രേക്കപ്പ്, ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ റിലേഷൻഷിപ്പ്, എൻ്റെ റിലേഷൻ, എൻ്റെ റിലേഷൻഷിപ്പ് കേട്ടോ. എൻ്റെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ അവസാനിപ്പിക്കുക. ഓക്കെ, എൻ്റെ റിലേഷൻഷിപ്പ് ഓർമ്മയിലിരിക്കുക ഇതെല്ലാം. അടുത്ത ചോദ്യം നോക്കി. They can't decide dash to travel north dash south. നോക്ക്, അപ്പോൾ ബോത്ത് ആൻഡ് ഉണ്ട്, കണക്റ്റീവ്, യൂസ് കറക്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, കണക്റ്റീവ് അല്ലെങ്കിൽ കോറിലേറ്റീവ് അല്ലെങ്കിൽ കണക്റ്റിംഗ് വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് ആൻഡ് ഉണ്ട്, എയ്തർ ഓർ ഉണ്ട്, അതുപോലെ വെദർ ഓർ ഉണ്ട്, അതുപോലെ നെയ്തർ നോർ ഉണ്ട്. ഏത് ഉത്തരം വരും മക്കളെ? ബോത്ത് ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും എന്നാണ്, രണ്ടും ഉണ്ടെന്നാണ്. എയ്തർ ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നുണ്ട്, ഒന്നില്ലെന്നാണ്. വെദർ ഓർ എന്ന് പറഞ്ഞാൽ സംശയം, അതാണോ ഇതാണോ എന്നൊരു സംശയം. നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ രണ്ടും ഇല്ലെന്നാണ്. അവന് സംശയം അല്ലെങ്കിൽ അവന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ടു എന്ത് ചെയ്യും? വെദർ ടു ട്രാവൽ നോർത്ത്, നോർത്തിലോട്ട് പോകണോ സൗത്തിലോട്ട് പോകണോ എന്ത് ചെയ്യുന്നു? അപ്പം നമുക്ക് ഏത് വരുന്നൂടെ? വെദർ ഓർ, വെദർ ഓർ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നു. വെദർ ഓർ ഉത്തരമായിട്ട് വരുന്നു. ബോത്ത് ആൻഡ് രണ്ടും ഉണ്ടെന്നാണ്. അടുത്ത് നോക്കിയേ. The boy asked a difficulty question. കണ്ടല്ലോ, ചേഞ്ച് ഇൻ ടു പാസീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാസീവിലേക്ക് മാറ്റുക. നോക്കടോ, അതിൽ പകുതി ഭാഗം തന്നിട്ട് ഫില്ല് ചെയ്താൽ മതി. എ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ ഡാഷ് ബൈ ദ ബോയ് അവിടെ തന്നിട്ടുണ്ട്. ബാക്കി ഓക്സിലറിയും വെർബും ഫില്ല് ചെയ്താൽ മതി. നമ്മൾ പഠിച്ചതാണ് വെർബ് വീട്ടു വരുന്ന സെന്റൻസ് അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ് പാസീവിലോട്ട് മാറ്റാൻ പറഞ്ഞ ഒബ്ജക്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ പ്ലസ് V3, വാസ് ഓർ വെയർ പ്ലസ് V3. നോക്കടോ, ഇവിടെ ഒബ്ജക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻ, ദ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ
അത് സിംഗുലാർ ആണ് പ്ലൂറൽ ആണ്? സിംഗുലാർ. അപ്പോൾ നമുക്ക് ഏതെഴുതാം? വാസ്. അപ്പോൾ വാസ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. വാസ് പ്ലസ് V3 ഏതാണ് വരുന്നത്? ഡി ഓപ്ഷൻ. നമുക്ക് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കി. എക്സ് ഒഫീഷ്യോ എന്നതൊരു ഫോറിൻ യൂസേജ് ആണ്. ഇതിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചത്. ഓൺ ഡ്യൂട്ടി ഉണ്ട്, അണ്ടർ ഡ്യൂട്ടി എന്നുണ്ട്, മീഡിയം വേ എന്നുണ്ട്, ഔട്ട് ഓഫ് ഡ്യൂട്ടി എന്നുണ്ട്. ഏതാണ് മക്കളെ? എക്സ് ഒഫീഷ്യോ മീൻസ് ഔട്ട് ഓഫ് ഡ്യൂട്ടി എന്നാണ് കേട്ടോ. ഔട്ട് ഓഫ് ഡ്യൂട്ടി. എക്സ് ഒഫീഷ്യോ മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ ഔട്ട് ഓഫ് ഡ്യൂട്ടി. ഓക്കെ. എക്സ് പാർട്ടേ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? എക്സ് പാർട്ടേ എന്ന് പറഞ്ഞാൽ എക്സ് പാർട്ടേ മീൻസ് എക്സ് പാർട്ടേ വൺ സൈഡഡ് ജഡ്ജ്മെന്റ്. വൺ സൈഡഡ് ജഡ്ജ്മെന്റ് എന്നാണ് കേട്ടോ. സൈഡഡ് ജഡ്ജ്മെന്റ്. വൺ സൈഡഡ് ഒരു വശം മാത്രം കേട്ടിട്ട് ജഡ്ജ്മെന്റ് ഇത് നടക്കുന്നു. അതേപോലെ എക്സ് ഒഫീഷ്യോ നമ്മൾ പറഞ്ഞു ഔട്ട് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അതുപോലെ ഇൻ ടോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? ഇൻ ടോട്ടോ മീൻസ് ടോട്ടലി എന്നാണ് കേട്ടോ. ഇൻ ടോട്ടോ മീൻസ് ടോട്ടലി. ഇൻ ടോട്ടോ ടോട്ടലി എന്നാണ് കേട്ടോ. അതേപോലെ അടുത്ത് വരുന്നതാണ് എക്സ് പാർട്ടേ പറഞ്ഞു. അതേപോലെ പ്രിമാ ഫേസി എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് സൈറ്റ് എന്നാണ് കേട്ടോ. ഫസ്റ്റ് സൈറ്റ്. പ്രിമാ ഫേസി ഫസ്റ്റ് സൈറ്റ് എന്നാണ് കേട്ടോ. അതുപോലെ ഫെലോ ഡി സി എന്താണ്? ഫെലോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫെലോ FELO ഫെലോ ഡി സി. ഫെലോ ഡി സി മീൻസ് സൂയിസൈഡ് എന്നാണ് കേട്ടോ. സൂയിസൈഡ് എന്നാണ്. ഫെലോ ഡി സി സൂയിസൈഡ് എന്നാണ് കേട്ടോ. അതുപോലെ എൻ ട്രെയിൻ എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? എൻ ട്രെയിൻ മീൻസ് എൻ ട്രെയിൻ പ്രോഗ്രസ് എന്നാണ് കേട്ടോ. എൻ മാസെ എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? എൻ മാസെ മീൻസ് സെവറൽ പീപ്പിൾ എന്നാണ് കേട്ടോ. സെവറൽ പീപ്പിൾ എന്നാണ്. ഇതൊക്കെ ഓർമ്മയിലിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയേ. യു വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഇൻ ഡാഷ് ഇൻ ടൈം ഡാഷ്. കണ്ടല്ലോ ഇവിടെ തന്നിരിക്കുന്നതിൽ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കാരണം ഓപ്ഷനിലെല്ലാം ഇഫ് ആണ് വരുന്നത്. നോക്കടോ, നമുക്ക് തന്നിരിക്കുന്ന മെയിൻ ക്ലോസ് ഇഫ് വുഡ് കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ട്? വുഡ് ഹാവ് റീച്ച്ഡ്. കണ്ടോ? അപ്പോൾ വുഡ് കഴിഞ്ഞിട്ട് ഹാവ് വന്നിട്ടുണ്ട് പ്ലസ് V3. അങ്ങനെ വരണമെങ്കിൽ ഇഫ് ക്ലോസിൽ എന്ത് വരണം മക്കളെ? ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വരണം. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3. അതില്ല എങ്കിലോ, അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ വരല്ല. ഇഫ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെർബ് ഇല്ല എങ്കിൽ 2 ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗൺ വരുന്ന യൂസേജ് ഉണ്ടാകും. നോക്കി, ഇത് രണ്ടിലുമാണ് ഏത് ഉത്തരം വരുന്നത്? വുഡ് ഹാവ് പ്ലസ് V3 വരുന്നത്. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. നോക്കിയേ, നമുക്ക് ഒന്നാമത്തേൽ ഹാസ് ആണ് കിടക്കുന്നത്, വരില്ല. രണ്ടാമത്തേൽ ഹാഡ് വന്നിരിക്കുന്നു. പക്ഷേ സ്കൂട്ടർ എന്ന് പറയുന്ന നൗണാണ്, അത് വരില്ല. അപ്പോൾ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ചെയ്യണം. വെർബില്ല, രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ചെയ്യണം, അത് വരില്ല. മൂന്നാമത്തെ നോക്കിയേ, ഇഫ് ഷീ ഹാസ് ഹാഡ്. ഇവിടെ ഹാസ് ഹാഡ് എന്നാണ് കിടക്കുന്നത്. നമുക്ക് ഹാഡാണ് ഉത്തരം എഴുതാൻ. ഇവിടെ ഹാസ് ഹാഡ്, അതും വരില്ല. ഇവിടെ നോക്ക്, ഇഫ് ഷീ ഹാഡ് 2 ഹാഡ് കിടക്കുന്നു. അതുകൊണ്ട് ഏത് ഓപ്ഷൻ? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. ഏത് വരുന്നു? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. വാട്ട് ഡു യു കോൾ എ പേഴ്സൺ ഹൂ നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ? ആൽക്കഹോൾ കഴിക്കാത്ത ആൾക്കാർക്ക് പറയുന്ന പേര് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ്. ടീറ്റോളർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. വൺ ഹു ഡസൻറ്റ് ലൈക്ക് ആൽക്കഹോൾ, അതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ വാഗാബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക്? വാഗാബോണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എ പേഴ്സൺ ഹു ട്രാവൽ പ്ലേസ് ടു പ്ലേസ്. എ പേഴ്സൺ ഹു ട്രാവൽ പ്ലേസ് ടു പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ്. എപ്പോഴും സഞ്ചാരികൾ, നാട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് വാഗാബോണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. വാഗാബോണ്ട് എന്നാണ് പറയുന്നത്, മറക്കില്ലേ. അതുപോലെ വരുന്ന മറ്റേ വരുന്ന വാക്കാണ്
വളരെ എപ്പോഴും കോമൺലി ചോദിക്കുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ചേ, അടുത്താണ് മാട്രിമോണി കേട്ടോ. മാട്രിമോണി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ഈ മാട്രിമോണിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന എപ്പോഴാണ് മക്കളെ? കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോഴാണ്. അപ്പോൾ റിലേറ്റഡ് ടു മാരേജിന് പറയുന്ന പേരാണ് മാട്രിമോണി കേട്ടോ. എന്നാൽ സെലിബസി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സെലിബസി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ലൈഫിന് പറയുന്ന പേരാണ് സെലിബസി കേട്ടോ. സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ലൈഫിന് പറയുന്ന പേര് സെലിബസി എന്നാണ് കേട്ടോ. എന്നാൽ മോണോഗമി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? മോണോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് വൺ വൈഫ് കേട്ടോ, ഒരു ഭാര്യ ഉള്ളതിന് പറയുന്ന പേരാണ് മോണോഗമി. എന്നാൽ ബൈഗമി എന്ന് പറഞ്ഞാലോ? ബൈഗമി മീൻസ് 2 വൈഫ്സ് കേട്ടോ, 2 ഭാര്യ ഉള്ളതിന് പറയുന്നത്. പോളിഗമി എന്ന് പറഞ്ഞാൽ മക്കളെ പോളിഗമി എന്ന് പറഞ്ഞാൽ സെവറൽ വൈഫ്സ് ആണ് കേട്ടോ, ധാരാളം ഭാര്യമാരുള്ളതിന് പറയുന്ന പേര് പോളിഗമി. അതേപോലെ പോളിയാൻഡ്രി ആണെങ്കിൽ അതിനെ പറയുന്ന പേര് ഹാവിങ് സെവറൽ ഹസ്ബൻഡ് ആണ് കേട്ടോ. ഹാവിങ് സെവറൽ ഹസ്ബൻഡിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി എന്നാണ് പറയുന്നത് കേട്ടോ. എന്നാൽ എൻഡോഗമി എന്ന് പറഞ്ഞാൽ മക്കളെ എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് ഇൻസൈഡ് വൺസ് ട്രൈബ് ആണ് കേട്ടോ. നമ്മൾ സ്വന്തം ഇപ്പോൾ നമ്മൾ ഹിന്ദുവിനെ തന്നെ കല്യാണം കഴിക്കുന്നു, എന്ത് ചെയ്യുന്നു? ഹിന്ദു നായരെ തന്നെ കല്യാണം കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന പേരാണ് എൻഡോഗമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എക്സോഗമി എന്ന് പറഞ്ഞാൽ മക്കളെ എക്സോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ് കേട്ടോ. മാരേജ് ഔട്ട്സൈഡ് വൺസ് ട്രൈബിന് പറയുന്ന പേരാണ് എക്സോഗമി. ഓക്കെ, മറക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കി. നോ സൂണർ ഡാഷ് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ അറൈവ്. കണ്ടല്ലോ, തന്നിരിക്കുന്നതിൽ നോ സൂണർ. ഈ നോ സൂണറിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ എളുപ്പമാണ്. നോക്കിയേ, നോ സൂണർ വരുന്നത് ഇതേപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. നോ സൂണർ വരുന്ന സെന്റൻസുകൾക്ക് 2 ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. നോ സൂണർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഓക്സിലറി വെർബാണ് വരുന്നത്. ഏത് വരാം? ഒന്നെങ്കിൽ ഹാഡ് വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം. അത് കഴിഞ്ഞിട്ട് എന്ത് വരണം? സബ്ജക്റ്റ് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെർബ് വരണം, പ്ലസ് വെർബ്. ഒന്നെങ്കിൽ V3 അല്ലെങ്കിൽ V1 പ്ലസ് ഇതെന്ത് വരണം? ദാൻ വരണം. ഇതാണ് നോ സൂണറിന്റെ ഇക്വേഷൻ. നോ സൂണർ പ്ലസ് ഹാഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ഓർ V1 ദാൻ. അതായത് 2 ഇക്വേഷൻ ആണ്. നോ സൂണർ വരുന്ന സെൻസിൽ നമുക്ക് ഒന്നെങ്കിൽ ഹാഡ് ഉപയോഗിക്കാം, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതണം, അതിൻ്റെ V3 എഴുതണം, ദാൻ വരണം. നോ സൂണർ വരുന്ന സെൻസിൽ ഡിഡ് വരാം, ഹാഡ് ഇല്ലെങ്കിൽ ഡിഡ് വരാം, സബ്ജക്റ്റ് വരണം. ഡിഡ് ആണ് വരുന്നതെങ്കിൽ വെർബ് V1 ആണ് എഴുതേണ്ടത്, വെർബ് ബേസ് ഫോം ആണ് എഴുതേണ്ടത്. V1 എന്നല്ല പറയുന്നത്, റൂട്ട് ഫോം എന്നാണ് പറയുന്നത്, ബേസ് ഫോം ആണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് ദാൻ വരണം. അപ്പം 2 ഇക്വേഷൻ ആണ്. നോ സൂണർ കഴിഞ്ഞിട്ട് എന്ത് വരാം? ഹാഡ് വരാം. അത് കഴിഞ്ഞിട്ട് V3 പ്ലസ് ദാൻ എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ സബ്ജക്റ്റും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് നോ സൂണർ പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ദാൻ. ഇനി നോ സൂണർ കഴിഞ്ഞിട്ട് എന്ത് വരാമെന്ന് പറഞ്ഞിട്ട് നോ സൂണർ പ്ലസ് ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ദാൻ. നമുക്ക് ഇത് വെച്ചിട്ട് നോക്കിയാൽ നോ സൂണർ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ഇതാണ് പഠിച്ചത്. കഴിഞ്ഞിട്ട് ഓക്സിലറി ഹാഡ് വരണം. ഹാഡ് ഇതാ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏത് ഓപ്ഷൻ? C ഓപ്ഷനാണ് ഉത്തരം വരുന്നത്. നോ സൂണർ ഹാഡ് ഐ റീച്ച്ഡ് V3 ആണ്. ദ സ്റ്റേഷൻ ദാൻ വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നോ സൂണർ വരുന്ന സെൻസിൽ 2 ഓക്സിലറി ഹാഡും ഡിഡും. ഹാഡ് ആണെങ്കിൽ V3 ഉപയോഗിക്കാം, ഡിഡ് ആണെങ്കിൽ V1 ഉപയോഗിക്കാം. ഓക്കെയാണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ക്യാൻ ഓൾവേസ് റിലേ ഡാഷ് ഹിം ഇൻ എനി ഡിഫിക്കൽറ്റി. നോക്കിയോ, തന്നിരിക്കുന്നതിൽ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് പ്രിപ്പോസിഷൻ ആണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓൺ ആണ് കേട്ടോ. കാരണം എന്താ? റിലേ എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? ഓണ് ചേർക്കണം. ഓൺ എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിലിരിക്കുന്നു, മുകളിലിരിക്കുന്നു എന്ന് പറയുന്ന ഓൺ ഉപയോഗിക്കാം. ഓക്കെ, മൃഗങ്ങൾക്ക് മുകളിലാണ് സഞ്ചാരമാർഗമെങ്കിൽ ഓൺ ഉപയോഗിക്കാം. മൃഗങ്ങളുടെ മുകളിലിരുന്ന് സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന ഓൺ ഉപയോഗിക്കാം. ഡേറ്റ് പൂർണ്ണമായ തീയതികൾക്ക് മുന്നിൽ ഓൺ ഉപയോഗിക്കാം. വീക്ക് ആഴ്ചകളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാം. ആഴ്ചകളുടെ പേരിന് മുന്നിൽ ഓൺ ഉപയോഗിക്കാം. ഓപ്പൺ പ്ലേസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഓൺ ഉപയോഗിക്കാം. മൈ ഫാദർ ഈസ് വർക്കിംഗ് ഓൺ ആൻ എസ്റ്റേറ്റ്. ചില വാക്കുകൾ കഴിഞ്ഞാൽ ഓൺ ചേർത്ത് പറയും. അതിനൊരു കോഡ് പഠിക്കുക. ABI
LR, അബി LR, അബി പേര് LR ഇനിഷ്യൽ പ്ലസ് ഓൺ എന്ന് പഠിക്കുക. അബി LR പ്ലസ് ഓൺ. എ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ, എ മീൻസ് അറ്റൻഷൻ. അതുപോലെ അറ്റാക്ക്, അറ്റൻഷൻ അറ്റാക്ക്. ബിയിൽ വരുന്ന വാക്കാണ് ബേസ്ഡ്. ബിയിൽ വരുന്ന വാക്ക് ഇവിടോട്ട് എഴുതാം, ബേസ്ഡ്, ബി ബേസ്ഡ്. ഐയിൽ വരുന്ന വാക്കാണ് ഇൻറ്റൻറ്റ്, ഇൻറ്റൻറ്റ് ഇൻസിസ്റ്റ്, ഇൻറ്റൻറ്റ് അതുപോലെ ഇൻസിസ്റ്റ്, ഇൻറ്റൻറ്റ് ഇൻസിസ്റ്റ്. അതുപോലെ എല്ലിൽ വരുന്ന വാക്കാണ് ലെക്ചർ, എല്ലിൽ വരുന്ന വാക്ക് ലെക്ചർ. ആറിൽ വരുന്ന വാക്കാണ് റിലേ റിപ്പോർട്ട്, റിലേ റിപ്പോർട്ട്. അപ്പോൾ ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഓൺ ചേർക്കാം. അപ്പോൾ എയിൽ വരുന്ന വാക്ക് അറ്റൻഷൻ അറ്റാക്ക്, ബിയിൽ വരുന്ന വാക്ക് ബേസ്ഡ്, ബേസ്ഡ് ബെൻഡ്, ബേസ്ഡ് ബെൻഡ്. ഐയിൽ വരുന്ന വാക്ക് ബേസ്ഡ് ബെൻഡും കൂടെ ഉണ്ട് കേട്ടോ, ബെൻഡ്, ബേസ്ഡ് ബെൻഡ്. ഐയിൽ വരുന്ന വാക്ക് ഇൻറ്റൻറ്റ് ഇൻസിസ്റ്റ്, എല്ലാണെങ്കിൽ ലെക്ചർ, ആറ് റിലേ റിപ്പോർട്ട്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? ഓൺ ചേർത്തിട്ട് പറയണം. അതുകൊണ്ട് നമുക്ക് റിലേ കഴിഞ്ഞാൽ ഓൺ ചേർക്കാം. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ?